ദാരിദ്ര്യ ലഘൂകരണം, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി പുന്നേർകുളം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ.കെ. നിഷാർ അവതരിപ്പിച്ചു. എന്നാൽ ബജറ്റ് ആവർത്തന വിരസമെന്ന് പ്രതിപക്ഷത്തെ UDF കുറ്റപ്പെടുത്തി. 1,51,43,665 രൂപ മുന്നിരിപ്പുമടക്കം 29,33,76,515 രൂപ വരവും 28,55,18,500 രൂപ ചിലവും 78,58,015 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത്. മത്സ്യബന്ധനത്തിന് 8,50,000, കുടിവെള്ളം 17,11,000, യുവജനം സ്പോർട്സ് 33 ലക്ഷം, അടിസ്ഥാന സൗകര്യം 5 കോടി, പട്ടികജാതി വികസനം 7,06,000, ആരോഗ്യം 40 ലക്ഷം, വിദ്യാഭ്യാസം 16 ലക്ഷം, കാർഷിക മേഖല 1,20 ലക്ഷം, വിദ്യാഭ്യാസം 16 ലക്ഷം, ശുചിത്വം 30 ലക്ഷം, ഭവന നിർമ്മാണം 2 കോടി, വനിതാ സംരക്ഷണം 25 ലക്ഷം, കുട്ടികളുടെ ക്ഷേമം 18 ലക്ഷം, വയോജനങ്ങൾ 10 ലക്ഷം, ദാരിദ്ര്യ ലഘൂകരണം, വിവിധ ക്ഷേമ പദ്ധതികൾ 12 കോടി, ടൂറിസം 20 ലക്ഷം എന്നിങ്ങനെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബഡ്ജറ്റ് സമ്മേളനം പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി RS ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു ടീച്ചർ, ആലത്തയിൽ മൂസ തുടങ്ങി മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. ആലത്തയിൽ മൂസ ബഡ്ജറ്റിനെ അനുകൂലിച്ചും KH ആബിദ്, അബു താഹിർ, ഇന്ദിരാ പ്രബലൻ, അനിത ധർമ്മൻ എന്നിവർ ഭേദഗതികൾക്കായി ശുപാർശ ചെയ്തും ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ മീറ്റുമുണ്ടായി. അതേസമയം ബജറ്റ് കഴിഞ്ഞ വർഷത്തെ ആവർത്തനമെന്ന് പ്രതിപക്ഷത്തെ UDF അംഗങ്ങൾ ആരോപിച്ചു. കൃഷിമന്ത്രി വാഗ്ദാനം ചെയ്ത പുന്നേർകുളം അരി സംബന്ധിച്ച് പഞ്ചായത്ത് ബജറ്റിൽ പരാമർശമില്ലെന്നും അബു താഹിർ, KH ആബിദ്, സജിത ജയൻ, ദേവകി ശ്രീധരൻ, ഷാനിബ മൊയ്തുണ്ണി എന്നിവർ കുറ്റപ്പെടുത്തി.